പാർട്ടിയുടെ പോരാട്ടമായി പാർട്ടി അത് തീരുമാനിച്ചത് PV അൻവർ ഇങ്ങനെ വേവർ ചെയ്ത ഘട്ടത്തിലാണ്. PV അൻവർ ഇങ്ങനെ മത്സരത്തിലേക്ക് വരുന്നു. PV അൻവർ UDFന് പിന്തുണ നൽകുകയില്ല എന്നുള്ള ഒരു സൂചന വരുന്നു. ആ ഘട്ടത്തിലാണ് സ്വരാജ് എന്ന പേരിലേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ സ്വരാജ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല ഏൽപ്പിച്ചിരുന്ന നേതാവാണ്. അങ്ങനെയാണ് അദ്ദേഹം നിലമ്പൂരിൽ തുടരുന്നുണ്ടായിരുന്നത്. അങ്ങനെ എത്തിയ നേതാവിലേക്ക് തന്നെ സ്ഥാനാർത്ഥി പാർട്ടിയിൽ നിന്ന് തന്നെ വരട്ടെ എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്താനുള്ള കാരണം ഇതാണ്. മാത്രമല്ല നിരന്തരം തോൽക്കുന്ന സ്ഥലങ്ങളിൽ സ്വതന്ത്രരെ പരീക്ഷിക്കുന്നു എന്നൊരു വിമർശനം കൂടിയുണ്ടല്ലോ. ആ വിമർശനം ഇനി ഒഴിവാക്കാം, ഇത് മത്സരിക്കാനുള്ള അല്ലെങ്കിൽ ജയിക്കാനുള്ള പോരാട്ടമാണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം കൂടി CPM-നുണ്ട്. അതുകൊണ്ടാണ് സ്വരാജിനെ നിശ്ചയിച്ചത്. അതുകൊണ്ടാണ് സ്വരാജ് പോലും നേരത്തെ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്, ഞാനില്ല എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വരാജ് ഇപ്പോൾ പറയുന്നു പാർട്ടി പല കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് തന്നെ നിശ്ചയിച്ചത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോരാട്ടത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നല്ല രൂപത്തിലുള്ള പോരാട്ടം എന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അതിൽ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്നു. അത് കൃത്യമായും അപ്പുറത്ത് ആര്യടൻ ഷൗക്കത്ത്, ഇവിടെ സ്വരാജ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും നല്ല വായനക്കാരാണ്. സാംസ്കാരികമായ പ്രവർത്തനം, നല്ല അവഗാഹമുള്ള വിഷയങ്ങളിൽ നല്ല അവഗാഹമുള്ളവരാണ്. നല്ല രാഷ്ട്രീയ നിലപാടുകളുള്ളവരാണ്.